CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തീരപ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിലേക്ക് വിനോദയാത്ര പോകുന്നവർക്കും മുന്നറിയിപ്പ്. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് തീരത്ത് ഭിത്തി നിർമ്മാണത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് NK അക്ബർ MLA ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. കടൽഭിത്തി നിർമ്മാണത്തിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ദുരിതമനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്ന് BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ആവശ്യപ്പെട്ടു. മത്സ്യ മസ്ദൂർ സംഘം ചാവക്കാട് യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് ഇരട്ടപ്പുഴ കോളനി പടിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മുറിഞ്ഞു വീണത്. ഒരുമനയൂരിൽ റോഡിലേക്ക് നാടൻ ബോംബ് എറിഞ്ഞ സംഭവത്തിൽ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീട്ടിൽ ബോംബ് സൂക്ഷിച്ചത് മാതാവ് ചോദ്യം ചെയ്തതോടെ മദ്യലഹരിയിലായിരുന്ന ഷെഫീഖ് ബോംബ് റോഡിലേക്ക് എറിയുകയായിരുന്നു. 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 3ാം ദിനത്തിൽ ആദ്യ മാച്ചിൽ കാസർകോട് ടീം വിജയിച്ചു. 2ാം മാച്ചിൽ ഓരോ ഗോളുകൾ നേടി പാലക്കാടും വയനാടും സമനിലയിലായി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ബൈക്കിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. വടക്കേക്കാട് വാഴപ്പള്ളി വീട്ടിൽ സെബിക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം നഗരസഭയും ആർത്താറ്റ് കുന്നംകുളം കൃഷിഭവനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ഉത്സവത്തിന് തുടക്കമായി. കുന്നംകുളം CV ഹാളിൽ ജൂലൈ 1, 2 തീയതികളിലായാണ് ഞാറ്റുവേല ഉത്സവം നടക്കുന്നത്. ചൊവ്വന്നൂരിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ മരത്തങ്കോട് ചുങ്കത്ത് ജോൺ നിര്യാതനായി. 66 വയസ്സായിരുന്നു. കുന്നംകുളം MJD സ്കൂൾ റിട്ടയർഡ് അധ്യാപകനായിരുന്നു പരേതൻ. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ജനവിധിയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചു. വർഗീയതയ്ക്കും ഏകാധിപത്യ പ്രവണതകൾക്കുമെതിരായ ജനവിധിയാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഭരണപക്ഷ വിധേയത്വം പുലർത്തിയെന്നും പ്രാദേശിക പാർട്ടികൾക്കുള്ള പ്രസക്തി വർദ്ധിച്ചതായും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും സംഘടിപ്പിച്ചു. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായി UAE-യിലേക്ക് സന്ദർശനത്തിനെത്തിയ മാർത്തോമ സഭയുടെ നവാഭിഷിക്തനായ കുന്നംകുളം സ്വദേശി സക്കറിയ മാർ അപ്രേം തിരുമേനിക്ക് ജന്മനാട്ടിലെ പ്രവാസികൾ ഷാർജ മാർത്തോമ പള്ളിയിൽ സ്വീകരണം നൽകി. മണത്തല സൗത്ത് മരണാനന്തര സഹായ സമിതിയുടെ 41ാം വാർഷിക പൊതുയോഗവും N വിദ്യാസാഗർ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 64ാമത് വാർഷിക പൊതുയോഗം വ്യാപാര ഭവനിൽ ചേംബർ പ്രസിഡന്റ് KP സാക്സന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D പുതിയ ലയൺ ഇയറിന് തുടക്കം കുറിച്ചു. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 200 ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ലയൺ ഇയറിന് തുടക്കമായത്. കിളിക്കൂട്ടിൽ നിന്നും 8 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ചാവക്കാട് എടക്കഴൂർ ജുമാഅത്ത് പള്ളിക്ക് വശം താമസിക്കുന്ന INTC തൊഴിലാളിയായ കല്ലിങ്ങൽ യൂസഫിന്റെ വീട്ടിലുള്ള കിളിക്കൂട്ടിലാണ് 8 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാല വ്യാഴാഴ്ച പുന്നയൂർ കൃഷിഭവനിൽ സമീപം നടക്കും. തിപ്പിലശ്ശേരി യുവഭാവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 38ാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കരിക്കാട് ഗ്രാമീണ വായനശാലയിൽ വായനാ പക്ഷാചരണം നടന്നു. ബാലവേദി മെന്റർ ഷഫ്ന സദാത്ത്, ഡോക്ടർ ലോഹിതാക്ഷൻ എന്നിവർ കുട്ടികളുമായി സംവദിച്ചു. കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 19ാമത് വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. മന്നലാങ്കുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLM പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഫൗണ്ടേഷൻ അംഗം അഡ്വക്കേറ്റ് BU കാവ്യയെ മന്നലാങ്കുന്ന് EMS ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണപ്പൂക്കൾ വനിതാ ഗ്രൂപ്പുകൾക്കുള്ള ചെണ്ടുമല്ലി തൈ വിതരണം നടത്തി. തിരുവത്ര കുഞ്ചേരി ദേശാഭിമാനി വായനശാലയുടെ നേതൃത്വത്തിൽ ദുബായിലെ കുഞ്ചേരി പ്രവർത്തകരുടെ സഹകരണത്തോടെ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSF മന്ദലാങ്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം നടത്തി. YMCA തൃശൂർ റീജിയൻ ഭാരവാഹികളുടെയും പഴഞ്ഞി മങ്ങാട് യൂണിറ്റ് ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും ഫാമിലി മീറ്റും നടത്തി.
പുതിയ ലാൻഡിസ്റ്റിക് വർഷാരംഭത്തിൽ കാണിപ്പയൂർ ലാൻഡ്സ് ക്ലബ്ബ് 8 ഗ്ലോബൽ പ്രോജക്റ്റുകൾ ഒരേ ദിവസം നടപ്പിലാക്കി. കാണിയാമ്പാൽ CMS LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ലയൺ റീജിയൺ 7 ചെയർമാൻ ലയൺ ലിജോ ജോർജ് കുട്ടി MJF ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.